നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഡാവോ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ആവശ്യമായ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. എന്താണ് ഡാവോ അല്ലെങ്കിൽ ഡീസെൻട്രലൈസ്ഡ് ഓട്ടോണമസ് ഓർഗനൈസേഷൻ? ഒരു സെൻട്രൽ അതോറിറ്റി ഇല്ലാതെ സ്മാർട്ട് കോൺട്രാക്റ്റിൽ എഴുതപ്പെട്ട റൂൾസ് പ്രകാരം അതിലെ മെമ്പേഴ്സ് നയിക്കുന്ന ഒരു ഡീസെൻട്രലൈസ്ഡ് സ്ഥാപനമാണ് ഡാവോ. അതിലെ കാര്യങ്ങൾ നടത്തുന്നതും തീരുമാനിക്കുന്നതും ചെയ്യുന്നതുമെല്ലാം അതിലെ മെമ്പേഴ്സ് ആവും. എന്തിനാണ് ഒരു ഡാവോ ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കുകയാണെങ്കിൽ, നമ്മൾ ഓരോ ഡാവോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു കോർ ഗോൾ ഉണ്ടാവും. അതിനുവേണ്ടി ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എളുപ്പമല്ല. അപ്പോൾ ഒരു ഡാവോയിലൂടെ പക്ഷേ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഒരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ എക്സ്റ്റാബ്ലിഷ് ചെയ്ത് അതിലൂടെ നിങ്ങളുടെ ഒരു കോർ ആശയത്തെ മുന്നോട്ട് നയിക്കാൻ പറ്റുന്ന ആളുകളെയും ഒരു കൂട്ടായ കളക്റ്റീവായിട്ടുള്ള എഫേർട്ടിലൂടെ കമ്പൈൻ ചെയ്ത് ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിലൂടെ ആ ഒരു ആശയത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിച്ചേക്കും. ഡീസെൻട്രലൈസ്ഡ് ആകുമ്പോൾ അതിൽ പരമാധികാരം എന്നൊന്നില്ല. അതിലെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് തന്നെയാണ് മിക്ക തീരുമാനങ്ങളും എടുക്കുന്നുണ്ടാവുക. ഇതിലൂടെ തന്നെ കൂടുതൽ ട്രാൻസ്പെറൻസി കൊണ്ടുവരാൻ സാധിക്കും. കാരണം എല്ലാവർക്കും കാണാൻ സാധിക്കുന്ന രൂപത്തിലായിരിക്കും സ്മാർട്ട് കോൺട്രാക്റ്റിൽ എഴുതപ്പെട്ടിട്ടുണ്ടാവുക. ബ്ലോക്ക് ചെയിനിലായിരിക്കും അത് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. ഈ ബ്ലോക്ക് ചെയിൻ എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസാണ്. ഒരു ഡാവോയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ബ്ലോക്ക് ചെയിനിൽ റെക്കോർഡഡ് ആയിരിക്കും. അത് ആർക്കും എപ്പോൾ വേണമെങ്കിലും ആക്സസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എല്ലാം ഓപ്പൺ ട്രാൻസ്പെറൻറ്റ് മോഡലിലാവും പ്രവർത്തിക്കുന്നുണ്ടാവുക. ഡാവോകൾക്ക് മറ്റ് സ്മാർട്ട് കോൺട്രാക്റ്റുകളുമായി ഇൻ്ററാക്ട് ചെയ്ത് ഒരു പുതിയ വേൾഡ് ഓഫ് പോസിബിലിറ്റീസ് തുറന്നിക്കാനും സാധിക്കും. നമ്മൾ ഡാവോയിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് അതിലെ ആൾക്കാരുമായിട്ട് നമ്മൾ ഐഡിയാസ് ഷെയർ ചെയ്യുന്ന സമയത്ത് പല ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പല പുതിയ ഐഡിയകളും ഉണ്ടാകുന്നു. ഈ ഐഡിയകൾ വെച്ച് നമ്മുടെ കോറായിട്ടുള്ള നമ്മുടെ ഒരു വിഷൻ പുഷ് ആവുകയും അത് മാറ്റത്തിനനുസരിച്ച് ഇവോൾവ് ആവുകയും ചെയ്യുന്നു. ഈ ഒരു മാറ്റങ്ങൾ അനിവാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഒരു ഡാവോ സ്പേസിൽ നമുക്കത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു അനിവാര്യമായ മാറ്റത്തിലൂടെ നമ്മുടെ പ്രൊജക്റ്റിനെ നമ്മളൊരു വിഷനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇതാണ് ഡാവോ കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുക. ഒരു ഡാവോ ക്രിയേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്സ് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവുന്നൊരു കാര്യമാണ്. അതായത് നിങ്ങൾ എന്തിനാണ് ഒരു ഡാവോ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നതാണ്. അതായത് ഒരാശയം ക്രിയേറ്റ് ചെയ്യുക. ഈ ആശയത്തെ ചുറ്റിപ്പറ്റിയാവും നിങ്ങളുടെ ഡാവോ ക്രിയേറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ സൃഷ്ടിക്കുന്ന ഡാവോകൾക്ക് പ്രിൻസിപ്പൽ ഐഡിയ സ്ട്രക്ചർ ഒക്കെ ഷേപ്പ് ചെയ്യേണ്ടത് ഈ ഒരു ആശയത്തെ മുൻനിർത്തിയാവണം. ഒരു ഡാവോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്നത് നിങ്ങളുടെ വിഷൻ സെറ്റ് ചെയ്യുക എന്നതാണ്. രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് എന്നത് നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു കമ്മ്യൂണിറ്റിയെ സൃഷ്ടിച്ചെടുക്കുക എന്നതാണ്. നിങ്ങളുടെ വിഷനിൽ വിശ്വാസമുള്ള ഒരു കൂട്ടം ആളുകൾ ഇതിനു വേണ്ടി പ്രവർത്തിക്കാൻ കൂടെ ഉണ്ടാവണം. നിങ്ങളുടെ ട്രൈബിനെ ക്രിയേറ്റ് ചെയ്യലാണ് ഒരു സെക്കൻഡ് സ്റ്റെപ്പ്. ഇതിൽ ഡെവലപ്പേഴ്സ് ഉണ്ടാവും, ലീഗൽ മൈൻഡ്സ് ഉണ്ടാവും, സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടാവും, മാർക്കറ്റേഴ്സ് ഉണ്ടാവും. അങ്ങനെ നിങ്ങളെ ആശയത്തിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ആശയത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ട എൻറ്റിറ്റികൾ എന്താണാവോ അതെല്ലാം ഇൻക്ലൂഡഡ് ആയിരിക്കും. നിങ്ങളുടെ ഡാവോയുടെ ബ്ലോക്ക് ചെയിൻ പ്ലാറ്റ്ഫോം ഏതാണെന്ന് തിരഞ്ഞെടുക്കലാണ് അടുത്ത സ്റ്റെപ്പ്. ഇവിടെ നിലവിൽ ഒരുപാട് ബ്ലോക്ക് ചെയിൻ പ്ലാറ്റ്ഫോംസ് ലഭ്യമാണ്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇത്തേരിയം ഉണ്ട്, പോളിഗൺ ഉണ്ട്, സൊളാന ഉണ്ട്, ഒപ്റ്റിമിസം ഉണ്ട്, ആർബിട്രം ഉണ്ട്, അങ്ങനെ പലതും ഉണ്ട്. ഏത് ബ്ലോക്ക് ചെയിനിലാണ് നിങ്ങൾ പ്രവർത്തിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനം എടുക്കേണ്ടി വരും. കാരണം ഓരോ ബ്ലോക്ക് ചെയിനും അതിൻ്റേതായിട്ടുള്ള പ്രോസും കോൺസും ഉണ്ടാകും. അത് മനസ്സിലാക്കി നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊജക്റ്റിന് ഏതാണോ ഏറ്റവും സ്യൂട്ടബിൾ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ച് ആ ഒരു ബ്ലോക്ക് ചെയിൻ്റെ മുകളിൽ വേണം നിങ്ങളുടെ പ്രൊജക്റ്റ് ബിൽഡ് ചെയ്യാൻ. നിങ്ങളുടെ ഡാവോയുടെ ഗവേണൻസ് മോഡൽ ഉണ്ടാക്കുക എന്നാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾ ഉണ്ടാക്കുന്ന ഗവേണൻസ് മോഡൽ വഴിയാണ് നിങ്ങളുടെ ഡാവോ എങ്ങനെ പ്രവർത്തിക്കണമെന്നും നിശ്ചയിക്കപ്പെടുന്നത്. ഇതിലൂടെ ആണ് ഡാവോയുടെ ഉള്ളിലെ ഓരോ തീരുമാനങ്ങളും എങ്ങനെയാണ് എടുക്കേണ്ടതെന്നും നിശ്ചയിക്കുന്നത്. പൊതുവെ ഗവേണൻസ് മോഡലിൽ ഒരു ഡാവോ എങ്ങനെയാണ് പ്രവർത്തിക്കണം എന്നുള്ള വിവരങ്ങളായിരിക്കും അടങ്ങിയിട്ടുണ്ടാവുക. ആ വിവരങ്ങളനുസരിച്ചായിരിക്കും ആ ഡാവോയിലെ കാര്യങ്ങളൊക്കെ സ്ട്രക്ചർ ചെയ്തിട്ടുണ്ടാവുക. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് സ്മാർട്ട് കോൺട്രാക്റ്റ് എഴുതുക എന്നതാണ്. ഗവേണൻസ് മോഡൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ പാരാമീറ്റേഴ്സ്, റൂൾസ്, റെഗുലേഷൻസ് എല്ലാം നിങ്ങളൊരു സ്മാർട്ട് കോൺട്രാക്റ്റ് രൂപത്തിലാക്കണം. അടുത്ത ഘട്ടം ഡാവോ ഡിപ്ലോയ് ചെയ്യലാണ്. അതായത് നിങ്ങളുടെ സ്മാർട്ട് കോൺട്രാക്റ്റ് നിങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ ബ്ലോക്ക് ചെയിനുമായിട്ട് നമ്മൾ ബന്ധിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അതിനാണ് നമ്മൾ ഡിപ്ലോയ് എന്ന് പറയുന്നത്. അപ്പോൾ പല ടെസ്റ്റുകൾക്ക് ശേഷം നിങ്ങളുടെ ഡാവോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബ്ലോക്ക് ചെയിനുമായിട്ട് ഡിപ്ലോയ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിലൂടെയാണ് നമ്മൾ ഒരു ഡാവോ സൃഷ്ടിക്കുന്നത്. സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.